ഒഹായമന്ന ഇറ്റ്സ് മീ അപ്പൂസൻ. അപ്പം ഇന്ന് നമ്മൾ വൺ പീസ് ചാപ്റ്റർ 1136 ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് ആനിമെ കോണ്ടന്റ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ബട്ട് എനിവേ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. സോ കവർ സ്റ്റോറിയിൽ ഹോൾഡം യമാട്ടോ ആൻഡ് ടാമേനെ ഹിഡൻ ബേസിലേക്ക് കൊണ്ടുപോയി ആൻഡ് ഐ വണ്ടർ ഹൂസ് ദ ബോസ്. സോ ഓബ്വിയസ്ലി ഇവിടുത്തെ ബോസ് ഹൂസു ആണ്, ബട്ട് യമാറ്റോനാവുന്ന സീൻ ഉണ്ടാവില്ല. എനിവേ ചാപ്റ്ററിലേക്ക് നമ്മൾ പോകാം. സോ ചാപ്റ്റർ കറക്റ്റ് ലാസ്റ്റ് ചാപ്റ്റർ തീർന്ന അവിടെ കണ്ടിന്യൂഷൻ ആണ്. ലൂഫി അവന് മീറ്റ് കൊടുത്തതിന് താങ്ക്സ് പറയും ആൻഡ് എൽഡർ ജയന്റ് ഇയാൾ പറയും നല്ല റെയർ ആണ് ഹ്യൂമൻസിന് ഇങ്ങോട്ട് വരാൻ, ബിക്കോസ് ആൾക്കാർ എൽബാഫ് എത്തുമ്പോൾ അണ്ടർവേൾഡ് കണ്ടിട്ട് അതാണ് എൽബാഫ് എന്ന് വിചാരിച്ച് സാധാരണ ഇങ്ങോട്ട് വരാറില്ല. ഇവിടെ ഉസോപ്പ് അവൻ ഓർസിനെ തോപ്പിച്ചെന്ന് പറഞ്ഞതല്ല. ഒരു ജയന്റ് ജിംബേന്റെ സ്കിൻ കണ്ട് സർപ്രൈസ്ഡ് ആവും, ബിക്കോസ് അവർ ഇതിന്റെ മുന്നേ ഫിഷ്മെൻ ഒന്നും കണ്ടില്ല. ജിംബെ ചില്ലായിട്ട് ഇതിനോട് റിപ്ലൈ ചെയ്യും ദാറ്റ് നിങ്ങൾ ഫിഷ്മെൻ ഐലൻഡ് കണ്ടോക്കണം, അവിടെ എത്രയോ സ്കിൻ കളറിലെ ഫിഷ്മെൻ ഉണ്ട്. വേറൊരു ജയന്റ് ബ്രുക്കിനോട് ചോദിക്കും നീ എന്താന്ന്. ആൻഡ് ബ്രുക്ക് ഒരു ന്യൂ സോങ് കോൾഡ് വാട്ട് ദ ഹെക്ക് ആം ഐ പ്ലേ ചെയ്യാൻ തുടങ്ങും. ഇവിടെ സോറോ ആൻഡ് നാമി ഒരു ഡിസ്കഷനിലാവും. ആൻഡ് സോറോ പറയും ദാറ്റ് ഹീ സർപ്രൈസ്ഡ് ഇത്രയും ജയൻസ് ഇതുവരെ കടലിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന്. നാമി പറയും ദാറ്റ് അവൾ എല്ലാ ജയൻസും പൈററ്റ് അയക്കും എന്നാണ് അസ്യൂം ചെയ്തതെന്ന്. ഇവിടെ റോഡ് കരഞ്ഞുകൊണ്ട് നാമിനോട് നേരത്തെ അവരെ പിടിച്ച് അവൻ്റെ റൂമിലിട്ടേന് സോറി പറയും. ഗേർഡ് പറയും അവരെ റോഡിനെ ഫൊർഗീവ് ചെയ്തില്ല, ബട്ട് അവനെ തല്ലി സോറി പറയിപ്പിക്കാൻ തോന്നിയെന്ന്. ആൻഡ് റോഡ് ഫൈൻസ് ദിസ് ഹോട്ട് ബ്രോ ഇസ് ജസ്റ്റ് ലൈക്ക് മീ. ഇവിടെ സോറോന് ഒരു ബാഡ് ആസ് മൊമെന്റ് ഉണ്ട്. അവൻ പറയും സീനൊന്നുമില്ല, ആരും ചത്തില്ലല്ലോ, ബട്ട് അതിൻ്റെ ഒറ്റ കാരണം ഉസോപ്പ് എന്നെ നിർത്തിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ നിന്റെ തല എടുത്തേനെ എന്ന്. ഇത് കേട്ട് റോഡ് ഇച്ചിരി തൂറും ആൻഡ് ഗേർഡ് പറയും നെക്സ്റ്റ് ടൈം ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട. റോഡ് എന്നിട്ട് പറയും എല്ലാവർക്കും ഇവിടെ സെയിം സ്വപ്നമല്ല നീക്കായിട്ട് ഈ വേൾഡ് റൂൾ ചെയ്യാൻ, അതായിരുന്നു ഞാൻ സൺ ഗോഡായി ആക്ട് ചെയ്തതെന്ന്. സൺ ഗോഡിനെ മെൻഷൻ ചെയ്യുന്നതും ജയൻസ് തമ്മിലൊരു അടി തുടങ്ങും. ചിലർ സൺ ഗോഡ് ബെസ്റ്റ് ആണ് സീനാണ് എന്നൊക്കെ പറയും, ബട്ട് ചിലർ സൺ ഗോഡ് ഡിസ്ട്രക്ഷൻ വരുത്തുന്നതാണ് എന്ന് പറയും. എനിക്ക് തോന്നുന്നു എവൻച്വലി ലൂഫിയുടെ ഫോം കാണുമ്പോൾ പകുതി ജയൻസ് അഗേൻസ്റ്റ് ലൂഫി ആവും. ഇവിടെ ലൂഫി ഇയാളിനോട് ചോദിക്കും എന്താണ് അടി ഉണ്ടാവുന്നതെന്ന്. അപ്പോൾ ഇയാൾ പറയും എൽബാഫിൽ പാസ് ഡൗൺ ചെയ്ത് ഹാർലി ടെക്സ് പറയുന്നുണ്ട് ദാറ്റ് ഈ വേൾഡ് ഓൾറെഡി 2 തവണ ഡിസ്ട്രോയ് ആയിട്ടുണ്ട്, ഈ 2 തവണയും നീക്കാനെ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന്. ബട്ട് അവർക്ക് ഹാർലി ടെക്സ്റ്റ് ഫുള്ളി മനസ്സിലാക്കാൻ പറ്റില്ല, ബിക്കോസ് ആ ലാംഗ്വേജ് ഭയങ്കര പഴയതാണ് ആൻഡ് ഹാസ് ബീൻ ലോസ്റ്റ് ടു ടൈം. ഇയാൾ കണ്ടിന്യൂ ചെയ്യും ദാറ്റ് നീക്കേൻ്റെ ചുറ്റും വൈറ്റ് ക്ലൗഡ്സ് ഉണ്ടാവും, ഓൾസോ വൈറ്റ് ഹെയർ ആൻഡ് ക്ലോത്ത്സ് ആൻഡ് ഒരു കണ്ടേജിയസ് ലാഫ് ഉണ്ടാവും എന്ന് പറയും. ഇതൊക്കെ കേട്ട് ലൂഫി പറയും വെറുതെ അല്ല ആൾക്കാർ പറയുന്നത് ഐ ലുക്ക് ലൈക്ക് ഹിം, ബട്ട് എനിക്ക് അതിനോടൊരു കണക്ഷൻ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇത് കേട്ട് ന്യൂ ജാൻ പാരസ് പറയും റോഡ് ചെയ്തതിൽ ഞങ്ങൾ ശരിയാണെന്ന് പറയുന്നില്ല, ബട്ട് അവൻ പറഞ്ഞല്ലോ ഞങ്ങൾക്കൊക്കെ സൺ ഗോഡ് ആവണം എന്നാണുള്ള ഡ്രീം. ഇയാൾ ഇത് കേട്ട് പറയും എനിക്ക് തോന്നുന്നു ലോക്കിക്ക് ഓൾസോ ആ ഡ്രീം ഉണ്ടായിരുന്നു എന്ന്. ഇത് കേട്ട് ലൂഫി ചോദിക്കും സോ ലോക്കി ഒരു ഗുഡ് ഗായ് ആണോ എന്ന്. ആൻഡ് ജയൻസ് എല്ലാവരും ഒരുമിച്ച് നോ എന്ന് പറയും. എന്നിട്ട് ലോക്കിനെ പറ്റി പറഞ്ഞു തുടങ്ങും. സോ ലോക്കി ജനിക്കുന്നതിൻ്റെ മുന്നേ ഒരു പ്രോഫസി ഉണ്ടായിരുന്നു ദാറ്റ് ഹാരോൾഡിനെ അവൻ്റെ മോൻ കൊല്ലുമെന്ന്. ദെൻ ലോക്കി ജനിച്ചതിന് ശേഷം കാസിലത്തെ കുതിര ചത്ത്, അതേ വർഷം ബിഗ് മോങ് ജോറിലിനെ മർഡർ ചെയ്ത്, പിന്നെ ഒരു വർഷം ശേഷം ക്വീനും മരിച്ചു. 10 വയസ്സാകുമ്പോൾ ലോക്കി അണ്ടർവേൾഡ് ഫുൾ കൺട്രോളിലാക്കി ആൻഡ് കുറേ തവണ അവൻ അണ്ടർവേൾഡത്തെ മോൺസ്റ്റേഴ്സിനെ വില്ലേജിൽ റിലീസ് ചെയ്ത് ഓൾസോ കുറേ തവണ തീയും വെച്ച് ആൻഡ് ഫൈനലി കിങ് ഹാരോൾഡിനെയും കൊന്നു. ഓണസ്റ്റ്ലി ഇതോ ഇവർ മെൻഷൻ ചെയ്ത കുറേ കാര്യങ്ങൾ ലോക്കിയുടെ കൺട്രോളിലേ അല്ലായിരുന്നു. ആൻഡ് കിങ് ഹാരോൾഡിനെ കാണിക്കുന്ന പാനലിൽ ബ്ലാക്ക് ലൈറ്റ്നിങ് കാണാം. ആൻഡ് ഇതൊന്നെങ്കിൽ ഹാക്കി ആവാം ഓർ സമണിങ് സർക്കിൾസ് ആവാം. എനിക്ക് തോന്നുന്നത് ഹാരോൾഡ് വേൾഡ് ഗവൺമെൻറ് കൂടെ എന്തോ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു ആൻഡ് ആ റീസണാണ് മേ ബി ലോക്കി അവനെ. ദെൻ എൽഡർ പറയും ഹാരോൾഡിനെ കൊന്നതിന് ശേഷം ലോക്കി കടലിലേക്ക് പോയി ആൻഡ് 6 വർഷം മുന്നേ ഷാങ്ക്സ് അവനെ പിടിച്ചേരുന്നു. സോ ഷാങ്ക്സ് യോങ്കോ ആവുന്നതും 6 വർഷം മുന്നെയാണ്. സോ മേ ബി ലോക്കിനെ ക്യാപ്ചർ ചെയ്തതിനായിരിക്കും ഷാങ്ക്സ് ഒരു യോങ്കോ ആയത്. ഓൾസോ ഇറ്റ് മേക്ക് സെൻസ് ദാറ്റ് ലോക്കിന് ഇപ്പോൾ ഒരു ബൗണ്ടി ഉള്ളത്. സോ ബാക്ക് ടു ദ ചാപ്റ്റർ. ഷാങ്ക്സിന്റെ നെയിം കേൾക്കുമ്പോൾ തന്നെ ലൂഫി ഹാപ്പിയായി ഷാങ്ക്സ് ഇവിടെ വന്നു എന്ന് ചോദിക്കും. ജയൻസ് റിപ്ലൈ ചെയ്യും യെസ് ഇത്തിരി മുന്നേ തന്നെ ഷാങ്ക്സ് ഇവിടെ ഉണ്ടായിരുന്നു, ബട്ട് ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ദെൻ നമ്മുടെ ഇച്ചിരി ഫ്യൂച്ചറിലോട്ട് കട്ട് ചെയ്യും. ഇവിടെ ലൂഫി ആൻഡ് സോറോ സംസാരിച്ചുകൊണ്ടിരിക്കുക. സോറോ പറയും ലോക്കി നിന്നോട് പറഞ്ഞതെല്ലാം കള്ളത്തിലായിരിക്കും. ആൻഡ് ഇവിടെ നമുക്ക് ലൂഫി ആൻഡ് ലോക്കി തമ്മിലുള്ള ഡീൽ മനസ്സിലാവും. സോ ലൂഫി ലോക്കിക്ക് അവൻ്റെ ചെയിനിലുള്ള കീസ് കൊടുക്കുകയാണെങ്കിൽ ലോക്കി ഷാങ്ക്സ് എവിടെയെന്ന് പറഞ്ഞു കൊടുക്കുക എന്നൊരു ഡീൽ ഉണ്ടാക്കി. ലൂഫി പറയും അവൻ എന്നെ പറ്റിച്ചതാണെങ്കിൽ ഞാൻ അവനെ ഉറക്കുമെന്ന്. നാമി ഓൾസോ ഈ പ്ലാൻ ജോയിൻ ചെയ്യും, ബിക്കോസ് അവർക്കൊരു നാവിഗേറ്റർ വേണം, എസ്പെഷ്യലി സോറോ. ആൻഡ് നാമി റോഡിനെ അവരുടെ പേഴ്സണൽ ഡ്രൈവറായി ഹയർ ആക്കും. ഇവിടെ ഒരു ഫണി മൊമെന്റ് ഉണ്ട്. സ്യൂസ് റോഡിനോട് പറയും ദാറ്റ് അവൻ സ്ലേവ് 3 ആണ്, സ്ലേവ് 2 സാൻജി ആണ് ആൻഡ് സ്ലേവ് 1 സ്യൂസ് ആണ് എന്ന്. ആൻഡ് അവർ കാസിലോട്ട് പോയി തുടങ്ങും. ഓണസ്റ്റ്ലി ഐ എം വെരി എക്സൈറ്റഡ് ടു സീ ഈ ഒറിജിനൽ ട്രിയോ ഒരുമിച്ച് അഡ്വഞ്ചേഴ്സിൽ കാണാൻ. ആൻഡ് ഓൾസോ കാസിലെ ഡോറിൽ ചെറിയ ഹോൾ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദി അതർ ഗോഡ് നൈറ്റ് ഗങ്കോ ലോക്കിനെ ഗോഡ് നൈറ്റ് ആയി ഹയർ ചെയ്യാൻ നോക്കുക. ബട്ട് ലോക്കി പറയാം എനിക്കൊരു സെലസ്റ്റിയൽ ഡ്രാഗമാണ്, അവ ഒരു ഇൻട്രസ്റ്റും ഇല്ല, ബിക്കോസ് ഓൾ ഗോഡ് നൈറ്റ്സ് ഒക്കെ സെലസ്റ്റിയൽ ഡ്രാഗൺസ് ആണ്. എനിവേ ഗങ്കോ പറയും അവർ എൽബാഫിലേക്ക് കുറേ ഇൻഫോർമൻസിനെ വിട്ടാലും അവരൊക്കെ ഒരു ജയൻ ക്രോന് കണ്ടതിന് ശേഷം കോൺടാക്റ്റ് ഒന്നുമില്ല. ഇവർ പറയുന്ന ക്രോ മൂഗിനാണ് ആൻഡ് മൂഗിനാണ് സ്ട്രോ ഹാറ്റ്സിനെ റോഡിലേക്ക് ഡെലിവർ ചെയ്ത്. നൗ നമുക്ക് മനസ്സിലാക്കാം ദാറ്റ് റോഡിൻ്റെ റൂമിലുണ്ടായ എല്ലാ ആൾക്കാരും സൈഫർ പോളിൻ്റെ ഏജൻസ് ആയിരുന്നു. എനിവേ ലോക്കിയുടെ വുൾഫ് വരും ആൻഡ് ഗങ്കോ അവളുടെ ബാൻഡേജ് പവർ വെച്ചിട്ട് അതിനെ ചോക്ക് ചെയ്ത് തുടങ്ങും. നിങ്ങൾക്ക് ഗങ്കോയുടെ പവേഴ്സ് എന്താണെന്ന് തോന്നുന്നത് കമൻസിലിടും.
bandage fruit, mummy fruit maybe. But we all know that Robin has the mommy. സോ ഷാങ്ക്സിൻ്റെ ബ്രദർ ചോദിക്കും, ഞങ്ങൾ ഈ വുൾഫിനെ ജീവനോടെ വിടുമെന്ന് പറഞ്ഞാൽ നീ ഗോൾഡൻ ഐസ് ജോയിൻ ചെയ്യുമെന്ന്. കോഴ്സ് ലോക്കിക്ക് ആ വുൾഫിനെ ഇഷ്ടമാണ്, ബട്ട് അവൻ്റെ ഡിസിഷൻ മാറ്റാൻ അവൻ തയ്യാറല്ല. ആൻഡ് ഈ ലൈൻ പറഞ്ഞുകൊണ്ട് അവൻ ചാപ്റ്റർ എൻഡാക്കും. നോ ബ്രേക്ക് നെക്സ്റ്റ് വീക്ക്. അനദർ ഗ്രേറ്റ് ചാപ്റ്റർ ഫ്രം ഓഡ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. എനിവേ നിങ്ങൾ ഈ മാങ്ക എക്സ്പ്ലനേഷൻ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. എനിവേ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.